നമസ്കാരം. പ്രതിപക്ഷ ഉപനേതൃപദവി പ്രശ്നത്തിൽ മുഖം രക്ഷിക്കാൻ കഴിയാതെ CPI. CPM ഇത്ര ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് CPI കരുതിയതല്ല. പ്രതിപക്ഷ ഉപനേതൃപദവിക്ക് വേണ്ടി വാശി പിടിച്ച് ഇപ്പോൾ മുഖം നഷ്ടമായ അവസ്ഥയിലാണ് പാർട്ടി ഇപ്പോൾ. പദവി CPIക്ക് നൽകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ പരസ്യമായി കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു. ഇനി എന്ത് എന്ന കാര്യത്തിൽ പാർട്ടിയിൽ ആശയക്കുഴപ്പവും ശക്തമാണ്. CPIയുമായി ഇക്കാര്യത്തിൽ ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ലെന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. CPMന്റെ കയ്യിലിരിക്കുന്ന പ്രതിപക്ഷ ഉപനേതൃ പദവിക്കായി ഇത്രയും കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമുള്ള നേതാക്കളാണ് CPIയിൽ കൂടുതലുമുള്ളത്. കടുത്ത നിലപാട് സ്വീകരിച്ചത് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അതിനാൽ ബിനോയ് തന്നെ പരിഹരിക്കട്ടെ എന്ന് കരുതുന്നവരാണ് നേതാക്കളിൽ അധികവും. പ്രശ്നത്തിൽ CPMലും കടുത്ത അതൃപ്തിയുണ്ട്. പദവി നൽകാനാവില്ലെന്ന് ആദ്യമേ വ്യക്തമാക്കിയിട്ടും അനാവശ്യമായ വാശി പിടിച്ച് CPI പ്രശ്നം വഷളാക്കുന്നുവെന്നാണ് CPM വിലയിരുത്തൽ. വിവാദത്തിൽ എങ്ങനെ മുഖം രക്ഷിക്കാൻ കഴിയുമെന്ന ആലോചനയും CPIയിൽ നടക്കുന്നുണ്ട്. എന്നാൽ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് ബിനോയ് വിശ്വത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ തീരുമാനം. പിണറായിക്ക് വഴങ്ങാതെ എന്തെല്ലാം തുടർ നീക്കങ്ങൾ നടത്താം എന്നതിൽ മുതിർന്ന നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് ആവശ്യപ്പെടണം, മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണം തുടങ്ങിയ പല ആലോചനകളും CPIയിലുണ്ട്. എന്നാൽ പ്രശ്നത്തിൽ കേന്ദ്ര നേതൃത്വത്തെ ഇടപെടുത്താം എന്ന അഭിപ്രായത്തിലാണ് ബിനോയ് വിശ്വം. CPI ജനറൽ സെക്രട്ടറി D രാജ വഴി പ്രതിഷേധം CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ ധരിപ്പിക്കാനാണ് ബിനോയ് വിശ്വത്തിന്റെ തീരുമാനം. എന്നാൽ മുൻപുള്ള രീതിയിൽ കേരളത്തിന്റെ കാര്യങ്ങൾ കേരളത്തിൽ തന്നെ തീർക്കട്ടെ എന്ന നിലപാട് ബേബി സ്വീകരിക്കുമോ എന്ന ആശങ്കയും പാർട്ടിയിൽ ഒപ്പമുണ്ട്. എന്തായാലും മധുരിച്ചിട്ട് തുപ്പാനും കഴിയുന്നില്ല, കഴിച്ചിട്ട് ഇറക്കാനും കഴിയില്ല എന്ന അവസ്ഥയിലാണ് CPI. പ്രശ്നത്തിൽ CPMന് മുന്നിൽ നിരുപാധികം കീഴടങ്ങേണ്ടി വന്നാൽ പഴി മുഴുവൻ ബിനോയ് വിശ്വം ഒറ്റയ്ക്ക് കേൾക്കേണ്ടി വരും. പ്രതിപക്ഷ ഉപനേതൃപദവി CPM വിട്ടുകൊടുക്കില്ലെന്ന് തീർച്ചയായ സ്ഥിതിക്ക് CPIക്ക് മുഖം രക്ഷിക്കാൻ ഇനി അവസരവുമില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്ത് ആരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ ഇതുവരെ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടില്ല. കത്തിൽ CPM നേതാവിന്റെ പേര് തന്നെയാകും എന്ന് പിണറായി പക്ഷേ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പ്രശ്നത്തിൽ മുന്നണി വിടാനൊന്നും CPIക്ക് കഴിയുകയില്ല. എന്തായാലും ഉപനേതൃപദവി ആവശ്യപ്പെട്ട് പിണറായി സ്പീക്കർക്ക് കത്ത് നൽകിയാൽ CPI നീക്കങ്ങൾ എന്തായിരിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്.